ഇത് ഡാർക്ക് സ്റ്റാർ എന്നുള്ള വെറൈറ്റി നല്ല സ്വീറ്റ് വെറൈറ്റിയാണ്. നല്ല ഏകദേശം ഒരു മുന്തിരിയുടെ പുളിയും മധുരം കൂടെ ഉള്ളതാണ്. സ്വീറ്റ്ലെസ് മുന്തിരിയുടെ ഒരു ടേസ്റ്റാണ് അതിൻ്റെ ഫ്ലേവർ. ഏതാണ്ട് S9 ഏതാണ്ട് സെയിം ഫ്ലേവറാണ്. S9 എന്ന വെറൈറ്റി. ഈ ഡാർക്ക് സ്റ്റാർ ഏകദേശം സെയിം വെറൈറ്റി തന്നെയാണ്. ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ. ബ്ലാൻഡിൻ്റെ ഫ്ലേവർ ഏതാണ്ട് സെയിമാണ്. അപ്പോൾ അതിൽ ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്തുമ്പോഴാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്ലാന്റ് ഡെയിലി ഒരുപാട് റൂട്ടില്ല, സ്റ്റെമ്മ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. വേറൊരു പുതിയ മെത്തേഡിലാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. 2 പീസാക്കിയിട്ടുണ്ട്. 2 നൈറ്റ് ഗ്രാഫ്റ്റ് ചെയ്യണം. 2 റൂട്ട് സ്റ്റോക്കുമ്പോൾ 2 മൊത്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ 2 രീതിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് റൂട്ട് സ്റ്റോക്ക് സ്റ്റമ്മാണ്. ഇത് റൂട്ടില്ലാത്തതാണ്. സ്റ്റമ്മിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ചുറ്റി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് മണ്ണിലേക്ക് മണ്ണായിട്ട് ടച്ച് ആവാണ്ടിരിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേര് വന്നോളും പെട്ടെന്ന്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്തിട്ട് ചെയ്യാനാണ്. ഇതിൻ്റെ ഇത്രയും ഭാഗം കളഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്യാമ്പയിൻ ഇത്രയും പുറത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ട് അത് ഇത് ഹോൾ ചെയ്തിട്ട് ആ ഹോളിലേക്ക് ഇറക്കി വയ്ക്കണം കറക്റ്റായിട്ട്. ആ രീതിയിലുള്ള ക്യാമ്പിൻ്റെ നീളം ചിലപ്പോൾ കുറച്ച് കട്ട് ചെയ്യണം. ഒത്തിരി നീളം കൂടുതലാണ്. കുറച്ച് കട്ട് ചെയ്തിട്ട് കയറി കയറ്റി വയ്ക്കണം. ചെറിയ കമ്പി ഉപയോഗിച്ച് അത് ഹോൾ ചെയ്യാൻ പോകും. സെൻറ്ററിൽ ഹോൾ ചെയ്തിട്ട് ആ ഹോളിലേക്ക് ഇറക്കി വയ്ക്കും. ഹോളിൽ കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് കയറ്റിയാണ് ഡ്രസ് ചെയ്ത് വെക്കും. ശരിക്കും പരന്ന ഭാഗം കറക്റ്റായിട്ട് വന്നിച്ച് നമ്മൾ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുന്നത് കറക്റ്റാണ്. ഈ ഭാഗം അങ്ങനെ കറക്റ്റായിട്ട് ഒപ്പം വെച്ച് പേപ്പർ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കറക്റ്റ് ജാമാക്കി വയ്ക്കും. ആദ്യം ടേപ്പ് ഇതിൽ ഒട്ടിച്ച് വയ്ക്കുക. നല്ലോണം പ്രസ് ചെയ്ത് അതിൽ മാത്രം ഒട്ടിക്കുക. എന്നിട്ട് പതുക്കെ പ്രസ് ചെയ്ത് വലിച്ചിട്ട് ജാമാക്കി ഇതിലേക്ക് ഒട്ടിക്കണം. ഇപ്പോൾ കട്ട് ചെയ്ത ഭാഗത്തിങ്ങനെ ഒട്ടല് ചുറ്റും ക്ലിയറായിട്ട് ആ കട്ടിങ് കാണാത്ത രീതിയിൽ ചുറ്റിച്ചേക്കൊണ്ടേക്കൊന്ന് കയറാതിരിക്കുക. കറക്റ്റായിട്ട് ഒട്ടിച്ച് ഈ ചെറിയ പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇത്രയും ഭാഗം മൂടി വയ്ക്കണം. എന്നിട്ട് നടണം. എന്നിട്ടിട്ട് മൂടി വയ്ക്കണം. കട്ട് ചെയ്ത ഭാഗത്ത് മുറിവിൻ്റെ ഭാഗത്ത് അവിടെ ടാപ്പ് ഒട്ടിച്ച് വെച്ചിങ്ങനെ അവിടെ ഫംഗസ് വരാതിരിക്കാനായിട്ട് പിന്നെ പ്രാണികളൊക്കെ കയറാതിരിക്കാനായിട്ട് ചെറിയൊരു പീസ് വെച്ചിട്ട് പൊട്ടിച്ച് വെച്ചു. സ്റ്റാറിൻ്റെ ഈ ഒരു പീസും കൂടി ഇനി വേറെ രീതിയിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പോകും. ആദ്യത്തെ പീസിൻ്റെ ക്യാമ്പിയൻ നല്ല സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് അതിനാണ് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെ ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ക്യാമ്പിയൻ ഉണ്ട് വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിന് വേറെ രീതിയിലാണ്. ഇതിൽ സോഫ്റ്റായിട്ടുള്ള ക്യാമ്പയിൻസ് വേറെ രീതിയിൽ ചെയ്യണം. ഇതിൻ്റെ തലഭാഗമാണ് അതുകൊണ്ട് കൂമ്പ് ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ക്യാമ്പയിൻ ചെറുതായി സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ആ രീതി ചെയ്യാൻ പറ്റും. അതിന് വേറെ രീതിയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഈ രീതിയിൽ തന്നെ ചെയ്യാൻ പോകുന്നത്. പിന്നെ മുള്ളുകളൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്യണമല്ലോ അല്ലേ. കുറച്ച് ക്യാമ്പിയാനും കൂടി ശകലം ക്യാമ്പിയാനും കൂടി കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ അതിൻ്റെ അത് മോനെയുള്ള മുറിച്ച് നിൽക്കുന്ന ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്യണം. ഈ പരന്ന ഭാഗമല്ല, പരന്ന ഭാഗം നിൽക്കണം. പരന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിലുള്ള മണിച്ച് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു പീസ് അങ്ങനെ കളയാം. കുറച്ച് കാമ്പിയാനും കൂടി ഒരു ഭാഗം കാമ്പിയാനും കൂടി പോകുന്ന രീതിയിൽ ചെയ്യണം. ഇങ്ങനെ കുറച്ച് കറക്റ്റ് അളവെടുക്കുക. ഇവിടെ നിന്നുണ്ട് ഇത്രയും ഭാഗത്ത് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അളവെടുക്കുക. ഇതിൻ്റെ ഭാഗം ഇതുപോലെ കാമ്പിയൻ കാണുന്ന രീതിയിൽ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യണം. ബാക്കി അപ്പുറത്തെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലും ആ സൈഡിലും ഇത്രയും ഭാഗം ഇതിൻ്റെ ഈ പരന്ന ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തും അപ്പുറത്തും കട്ട് ചെയ്യണം. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് വയ്ക്കണം.
ഇതിൽ കറക്റ്റ് ജോയിൻ്റ് ആയിട്ടിരിക്കുന്ന അതിൽ വെച്ചിട്ട് ടാപ്പ് ചെയ്യണം. കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യണം. ആദ്യം ഇവിടെ ഒട്ടിച്ച് മുകളിൽ ഒട്ടിച്ചിട്ട് വലിച്ച് റൂട്ട് സ്റ്റോക്കിലേക്ക് വലിച്ച് പതുക്കെ ഒട്ടിക്കണം. കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്തല്ല. അതുപോലെ നാല് സൈഡ് ഒട്ടിക്കണം. രണ്ട് ഭാഗം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ജോയിൻ്റ് ആയതെന്ന് ശ്രദ്ധിക്കണം. കറക്റ്റ് ജോയിൻ്റ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യണം. പേപ്പർ ടേപ്പാണ് നല്ലത്. ഇപ്പം ചെറിയ ടേപ്പിനാണ് നല്ലത് പേപ്പർ ടേപ്പാണ്. അത് ശരിക്കിട്ട് കറക്റ്റായിട്ടുണ്ട്. ഇപ്പം 2 ഗ്രാഫ്റ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. 2 രീതിയിലുള്ള ഗ്രാഫ്റ്റിങ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ പ്ലാന്റ് ചെയ്യണം. പ്ലാന്റ് ചെയ്യുമ്പോൾ ഇനി വെയിലത്ത് വയ്ക്കരുത്. അകത്ത് വെച്ച് പ്ലാന്റ് ചെയ്ത് വേര് പിടിച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കാൻ പാടില്ല. ഇപ്പോൾ വേരില്ലാത്ത തണ്ടുമ്പളം ചെയ്തേക്കണം. വേരുള്ളപ്പോൾ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതിന് വേര് പിടിച്ച് വന്നിട്ടൊക്കെ വേണം. അപ്പോൾ അത് ഇനി അതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ കുമ്പികളൊക്കെ വന്നിട്ട് ഞാൻ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡാർക്ക് സ്റ്റാർ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ വെറൈറ്റി ഏത് വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് പെർമനൻറ്റും മാർക്കറിൽ എഴുതി വയ്ക്കുകയാണ്. പിന്നീട് അറിയാൻ നോക്കില്ല ഏത് വെറൈറ്റി ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ പെർമനൻറ്റ് മാർക്കർ പെട്ടെന്ന് മാഞ്ഞു പോയില്ല, കുറച്ച് കിട്ടും. അങ്ങനെ മാർക്കർ എഴുതി വയ്ക്കാം കേട്ടോ.